തിരുവനന്തപുരം DCC അധ്യക്ഷൻ പാലൂട് രവിയുടെ ടെലിഫോൺ സംഭാഷണം പുറത്ത്. കോൺഗ്രസ് എടുക്കാച്ചരക്കാകുമെന്ന് പ്രാദേശിക കോൺഗ്രസ് നേതാവിനോട് പറയുന്ന സംഭാഷണമാണ് പുറത്തായത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്നാമതാകുമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് ഇല്ലാതാകും എന്നുമാണ് ടെലിഫോൺ സംഭാഷണം. തച്ചുകൊടുത്താലേ നമ്മൾ മൂന്നാം സ്ഥാനത്ത് പോവുള്ളെന്ന്. അവിടെ പഞ്ചായത്ത് ഇലക്ഷനിൽ മൂന്നാമത് പോകും, നിയമസഭയിൽ ഉച്ചകുത്തി നീ നോക്കിക്കോ. 60 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ BJP എന്ത് ചെയ്യാൻ പോകുന്നെന്ന്. കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്ത് ഉച്ചകുത്തി തീർച്ചയായിട്ടും അത് സംഭവിക്കും. കേക്ക് മാർക്സിസ്റ്റ് പാർട്ടി ഭരണം തുടരുകയും ചെയ്യും. ഇതാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകും. അതോട് ഈ പാർട്ടിയുടെ അതോ ഗതിയായി. ഇതിനകത്ത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളവർ അവർ വേറെ കുറെ പാർട്ടിയിലും കുറെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോകും. കോൺഗ്രസിനുണ്ടെന്ന് പറയുന്ന കുറെ ആളുകൾ BJPയിലും മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോകും. ഇത് എടുക്കാത്ത ചരക്കായി ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനും അസംബ്ലി ഇലക്ഷനും കഴിയുമ്പോഴാണ് അത് കഴിഞ്ഞാൽ നശിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, ഇതെങ്ങനെ ചോർന്നു ഉമേഷ് ഈ സംഭാഷണം? എന്തായാലും അക്കാര്യത്തിലേക്ക് വരണം. എന്തായാലും ഇത് പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകനായ ജലീലുമായി DCC പ്രസിഡന്റ് നടത്തിയ സംഭാഷണമാണ്. ഏകദേശം 8 മിനിറ്റ് ഉണ്ട് ഈ സംഭാഷണം. സ്വാഭാവികമായി ഇവർ തമ്മിൽ മാത്രമാണ് ഈ സംഭാഷണം ഉള്ളത്. സ്വാഭാവികമായി ജലീലിന്റെ ഭാഗത്ത് നിന്ന് ഇത് ചോർന്നു പോകാനുള്ള സാധ്യതയെ കാണുന്നുള്ളൂ. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും വലിയ സ്വയം വിമർശനമാണ് DCC പ്രസിഡന്റ് എന്ന നിലയിൽ പാലോട് രവി നടത്തുന്നത്. കോൺഗ്രസ് വലിയ ക്രൈസിസിലേക്ക് കടന്നു പോവുകയാണ്. ആർക്കും വേണ്ടാത്ത പാർട്ടിയായി, എടുക്കാത്ത ചരക്കായി കോൺഗ്രസ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും മാറും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്തേക്ക് മാറും. നിയമസഭയിൽ 60 സീറ്റിലും എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത സ്ഥിതിയാണ്. കോൺഗ്രസിൽ ചില പ്രവർത്തകർ ആരും ജനങ്ങളുമായി സംസാരിക്കുന്നില്ല, ജനങ്ങളുമായി ബന്ധമില്ല. കോൺഗ്രസിലെ ചില നേതാക്കളുടെ പേര് പറഞ്ഞ് ചിലർ നിൽക്കുന്നു, അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ആരും പ്രവർത്തിക്കുന്നില്ല. ഈ രീതിയിൽ നീളുന്നു ഈ സ്വയം വിമർശനം. രൂക്ഷമായ ഭാഷയിലാണ് വിമർശിക്കുന്നത്. എന്തായാലും 3-ാം LDF സർക്കാർ ഉണ്ടാകുമെന്നാണ് ഈ 3 മാസം മുൻപ് പാലോട് രവി നടത്തിയ സംഭാഷണത്തിൽ പാലോട് രവിയുടെ അഭിപ്രായം. അല്പസമയത്തിന് തന്നെ പാലോട് രവി എന്തായാലും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഇതിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം മാറിയിട്ടുണ്ടോ എന്നറിയാം. എന്തായാലും 3 മാസം മുൻപ് ജലീൽ എന്ന പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകനുമായി നടത്തിയ സംഭാഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 8 മിനിറ്റോളം നീളുന്ന ഈ സംഭാഷണത്തിൽ പൂർണ്ണമായി കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളും കോൺഗ്രസിലെ ഉൾപാർട്ടി തർക്കങ്ങളും തന്നെയാണ് ഏറ്റവും കൂടുതലായി പറയുന്നതും. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 3-ാം LDF സർക്കാർ ഉണ്ടാകുമെന്നും അതിനുശേഷം കോൺഗ്രസ് എടുക്കാത്ത ചരക്കായി മാറുമെന്നുമാണ് DCC പ്രസിഡന്റ് കൂടിയായ പാലോട് രവിയുടെ അഭിപ്രായം. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമായ മഴയാണ്. എറണാകുളത്ത് ശക്തമായ